ഈ ട്രയൽ ബാലൻസ് ഒരു ചില്ലറക്കാരനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർവ്യൂസിലും ഓഡിറ്റിങ്ങിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ട്രയൽ ബാലൻസിന് കൊടുക്കുന്നത്. സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ട്രയൽ ബാലൻസ് ഈക്വൽ ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവോ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ വളരെയധികം ഡൗട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എഫക്റ്റ് ഉണ്ടെന്ന് അറിയാലോ. ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള ഡെബിറ്റ് ഉണ്ടോ, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടോ. അപ്പോൾ ടി ബി ഈക്വലായ നമുക്കൊരു കാര്യം പറയാം, നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ എമൗണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ ഒരു ചാൻസ് ഉണ്ട്, ലെഡ്ജർ നമ്മൾ പോസ്റ്റ് ചെയ്തത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ ഇതെങ്ങനെ ഇമ്പോർട്ടൻസ് ആവണമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് ലെഡ്ജറുകളുടെ ഒരു ക്ലോസിംഗ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അതായത് ആ ലെഡ്ജറിൽ കൂടെ നടന്നിട്ടുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ ബാലൻസ് കണ്ടിട്ട് ഏതാണ് കൂടി നിൽക്കുന്നത് അതിലാണ് അത് ബാലൻസ് മെൻഷൻ ചെയ്യുന്നത്. സപ്പോസ് ഒരു ലെഡ്ജർ ഒരു നെഗറ്റീവ് ബാലൻസ് കാണിക്കുന്നു, അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ലെഡ്ജർ നെഗറ്റീവിൽ വരാൻ പാടില്ലാത്തതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ് വരില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം ആ ലെഡ്ജറിൽ നമ്മളെന്തോ തെറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈസിലി റീകൺസിൽ ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഓരോ ലെഡ്ജറുകൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ട്രയൽ ബാലൻസിലൂടെ. അതുകൊണ്ടാണ് ഓഡിറ്റിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നതും ഈ ഒരു ട്രയൽ ബാലൻസ് ആണ് റീകൺസിലേഷനും മറ്റും ഉപയോഗിക്കുന്നതും. കൂടുതൽ ഫിനാൻഷ്യൽ കണ്ടന്റായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.